കോളേജ് വടക്കേക്കാട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അവസ്ഥയിൽ പ്രകൃതി വളരെ ക്ഷോഭിച്ചിരിക്കുന്ന സമയമാണ്. എല്ലാവരും ചില ഭയപ്പാടുകളും വളരെ ഉത്കണ്ഠയോടും കൂടിയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കോവിഡിന്റെ തന്നെ ഭീതി എല്ലാവരിലും ഉണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രയത്നം ചെയ്യാൻ വഴിയായത്. ഇപ്പോൾ ഫ്ലഡിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, നാച്ചുറൽ കലാമിറ്റീസ് വരുന്നുണ്ട്. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കും, നമുക്ക് പഠിക്കും വേണം. ചെറുത്തുനിൽപ്പിന്റെ ഒരു സമയമാണ്. എല്ലാവരും വളരെ കരുതലോടെ കാത്തിരിപ്പോട് കൂടിയിട്ട് നല്ലൊരു നാളെ വരുന്നത് കാത്തിരുന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. മാക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം അനാലിസിസ്, ഇതാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നാഷണൽ ഇൻകം അനാലിസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ, എങ്ങനെയാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിന്റെ മെത്തേഡ്, അതിന്റെ ഡിഫിക്കൽട്ടീസ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ അനാലിസിസ് ആണ്, നാഷണൽ ഇൻകം അനാലിസിസ്. മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. കെയ്ൻസിന്റെ ജനറൽ തിയറി പബ്ലിഷ് ചെയ്ത ശേഷമാണ് മാക്രോ ഇക്കണോമിക്സിൽ നാഷണൽ ഇൻകം അനാലിസിസിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൂടി. 1930s ഡിപ്രഷന് ശേഷം മാക്രോ ഇക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ വളർന്നത് തന്നെ. അതോടൊപ്പം തന്നെ നാഷണൽ ഇൻകം കോൺസെപ്റ്റും അതിന്റെ പ്രാധാന്യവും കൂടി. പ്രധാനമായിട്ട് നാഷണൽ ഇൻകം അനാലിസിസ് ദേശീയ വരുമാന വളർച്ച, അതിന്റെ ഗ്രോത്ത് മെഷർ ചെയ്യാം. ഒരു രാജ്യത്തിന്റെ വളർച്ച മെഷർ ചെയ്യുന്നത് ആ രാജ്യത്തെ നാഷണൽ ഇൻകം എസ്റ്റിമേഷനിലൂടെയാണ്. ദേശീയ വരുമാനം എത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ആ രാജ്യത്തെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഇക്കണോമിക് ഗ്രോത്ത്, അതേപോലെ വെൽഫെയർ, ക്ഷേമം, ഇത് മെഷർ ചെയ്യാൻ ദേശീയ വരുമാന കണക്കുകൾ നോക്കിയാൽ മതി. വെൽഫെയർ മെഷർ ചെയ്യണമെങ്കിൽ, വെൽഫെയർ എത്ര അറിയണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അറിഞ്ഞാൽ മതി. അപ്പൊ ഒരു രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നാഷണൽ ഇൻകത്തോടൊപ്പം തന്നെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുക. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റി അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദേശീയ വരുമാന വളർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ഒരു രാജ്യത്തിന്റെ ആസൂത്രണ കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. പ്ലാനിങ്, ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ക്ഷേമത്തിനും ആവശ്യമാണ് പ്ലാനിങ്. സാമ്പത്തിക ആസൂത്രണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ദേശീയ വരുമാന കണക്കുകൾ കൃത്യമായി ലഭിക്കണം. അപ്പൊ ദേശീയ വരുമാന കണക്കുകൾ കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ ആസൂത്രണം ചെയ്യാൻ, ഏത് മേഖലകളിലാണ് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ളത്, ഏത് ഭാഗമാണ് പിന്നോക്കം നിൽക്കുന്നത് എന്നെല്ലാം ദേശീയ വരുമാന കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ വെൽഫെയർ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യണമെങ്കിലും രാജ്യത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനും ദേശീയ വരുമാന കണക്കുകൾ അത്യാവശ്യമാണ്.
പുതിയ പുതിയ നയങ്ങൾ കൊണ്ടുവരാൻ, സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരാൻ, ഇക്കണോമിക് പോളിസി, ത്വരിതഗതിയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിനും നാഷണൽ ഇൻകം അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമഗ്രമായിട്ടുള്ള ഒരു വളർച്ച, ഇക്കണോമിക് ആക്ടിവിറ്റി എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ റീജിയണൽ ആയിട്ട് ഒരേ പ്രത്യേകം സെക്ഷൻ വൈസ് വളർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും ദേശീയ വരുമാന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ഇതേപോലെ രാജ്യത്തിന്റെ സമഗ്ര വികസനം നമുക്ക് മെഷർ ചെയ്യാൻ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് we shall pass on circular flow of income of the economy. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഒരു ഇക്കോണമിയിലെ വരുമാനവും മണി ആൻഡ് ഗുഡ്സ്, അതിന്റെ സർക്കുലർ മൂവ്മെന്റ് ആണ് സർക്കുലർ ഫ്ലോ ആയിട്ട് കാണിക്കുന്നത്. സർക്കുലർ ഒരു സർക്കിളാണ്, ഒരു വൃത്തം, അതായത് തുടങ്ങിയോടത്തിന് അങ്ങനെ വീണ്ടും കറങ്ങി വരുന്നു. മണി അതേപോലെ തന്നെ സാധനങ്ങളും തമ്മിലുള്ള ഒരു മൂവ്മെന്റ് ആണ്, ഒരു സർക്കുലർ ഫ്ലോ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ദ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ 4 സെക്ടർ ആണ് ഉണ്ടാവുന്നത്, അതായത് ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ ആൻഡ് ഫോറിൻ സെക്ടർ. ഒരു ഇക്കോണമി ഉൾപ്പെടുന്ന 4 സെക്ടറുകൾ. ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ടാണ് ഇക്കോണമിയെ ഇവിടെ കരുതുന്നത്, അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, ഒരു സാങ്കല്പിക. ഇന്നത്തെ അവസ്ഥയിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ട് സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു വീക്ഷണമാണ്. എന്നാലും ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ്. അപ്പൊ ഫസ്റ്റ് 2 സെക്ടർ ഇക്കോണമിയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. 2 സെക്ടർ ഇക്കോണമി, സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ ഇക്കോണമി. ഇക്കോണമിയിലെ 2 സെക്ടറാണ് ഉണ്ടാവുക. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ, സെക്കൻഡ് ബിസിനസ് സെക്ടർ. ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞു, അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരു ട്രാൻസാക്ഷനും ഇല്ല. ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്. ഓക്കെ, ഹൗസ് ഹോൾഡ് സെക്ടർ ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത്. ഉൽപാദന ഘടകങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ, കുടുംബം എന്ന് പറയാം, കുടുംബാംഗം. ഹൗസ് ഹോൾഡ് സെക്ടർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ബിസിനസ് സെക്ടറിന് നൽകുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പറയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങൾ. ഈ ഉൽപാദന ഘടകങ്ങൾ ബിസിനസ് ഫേംസിന് നൽകുന്നു, ഫേംസിന് നൽകുന്നു. ബിസിനസ് ഫേംസ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ള കാര്യം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിവാർഡായിട്ട് പ്രതിഫലം ഹൗസ് ഹോൾഡ് സെക്ടറിന് നൽകുന്നു. അപ്പൊ അവിടെ ഒരു സർക്കിൾ പൂർത്തിയാവുകയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ് ഫേമിന് നൽകുന്നു. ബിസിനസ് ഫേം അതിന് റിട്ടേൺ ആയിട്ട് ലാൻഡിന് റെന്റ്, ലേബർക്ക് വേജ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസർക്ക് പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു സർക്കിൾ പൂർത്തിയായി. Then ബിസിനസ് ഫേംസ് ഈ ഫാക്ടേഴ്സ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഹൗസ് ഹോൾഡ് സെക്ടറിന് നൽകുന്നു. ഹൗസ് ഹോൾഡ് സെക്ടർ അതിന്റെ എക്സ്പെൻസ്
സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയാൽ അതിന് തിരിച്ച് പ്രതിഫലം നൽകണ്ടേ? അതിന്റെ എക്സ്പെൻഡിച്ചർ ഹൗസ് ഹോൾഡ് സെക്ടർ ബിസിനസ് ഫേമിനും നൽകുന്നു. അപ്പോൾ അവിടെ ആ സർക്കിള് പൂർത്തിയായി. ഇപ്പൊ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു, അതിന് പണം നൽകുന്നു. അപ്പൊ ഇവിടെ ഒരു റിയൽ സെക്ടറും ഉണ്ട്, മണി സെക്ടറും. അങ്ങനെ ആ സർക്കിൾ അവിടെ പൂർത്തിയായി. ഇനി ഇവിടെ നിന്ന് ചില ലീക്കേജും ഇൻജക്ഷനും ഉണ്ട്. ഇൻജക്ഷൻ അതായത് ലീക്കേജ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ഒരു വിഹിതം പോകുന്നു. അത് സർക്കുലർ ഫ്ലോയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ലീക്കേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവര് സേവിങ്സ് ആണ്. ഒന്നുകൂടി പറയാം, ഹൗസ് ഹോൾഡ് സെക്ടറിലെ സേവിങ്സ് ഒരു ലീക്കേജ് ആയി പോകുന്നു. ആ ലീക്കേജ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻജക്ഷൻ ആയിട്ട് തീരുന്നു. അപ്പൊ ലീക്കേജ് പുറത്തേക്ക് പോകുന്നതും വരുന്നതാണ് ഇൻജക്ഷനും. അങ്ങനെ ആ സർക്കുലർ ഫ്ലോ ഫിൽ ചെയ്യും. ഒന്നുകൂടി പറയാം, ഇക്കോണമിയിലെ ഇവിടെ 2 സെക്ടർ ഇക്കോണമിയാണ്, ഹൗസ് ഹോൾഡ് സെക്ടറും ബിസിനസ് സെക്ടറും. ഹൗസ് ഹോൾഡ് സെക്ടർ ബിസിനസ് സെക്ടറിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു, അതിന് റിവാർഡ് കൊടുക്കുന്നു. അതേപോലെ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ബിസിനസ് ഫേം ഹൗസ് ഹോൾഡ് സെക്ടറിന് കൊടുക്കുന്നു, ഹൗസ് ഹോൾഡ് അതിനുള്ള എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നു. അങ്ങനെ സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് 3 സെക്ടർ ഇക്കോണമി. 3 സെക്ടർ ഇക്കോണമിയാണ്. അവിടെ ഗവൺമെന്റ് സെക്ടറും കൂടിയിട്ട് ഉൾപ്പെടുന്നു. ഹൗസ് ഹോൾഡ് സെക്ടറും ബിസിനസ് സെക്ടറും കൂടാതെ അവിടെ ഗവൺമെന്റ് സെക്ടറും കൂടി ഉൾപ്പെടുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് സെക്ടർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അങ്ങനെ ആ സർക്കിൾ അവിടെ ഫില്ലാവും. ഇനി ഹൗസ് ഹോൾഡ് സെക്ടർ ഒരു ഭാഗം അവരുടെ എന്തായി മാറുന്നു, ടാക്സ് ആയിട്ട് പോകുന്നു. അതാണ് ആ സർക്കുലർ ഫ്ലോയിലെ ലീക്കേജ്. അതേപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നൽകുന്നുണ്ട്. സാധനവും സേവനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ അതിലേക്ക് ഒരു ഇൻജക്ഷൻ ആയിട്ട് വരുന്നു. സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സബ്സിഡി നൽകുന്നു. അതേപോലെ തന്നെ കുടുംബങ്ങൾക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നൽകുന്നു. കുടുംബത്തിന് കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻജക്ഷൻ ആണ്. അതേപോലെ തന്നെയാണ് സബ്സിഡിയും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് ഒരു ഇൻജക്ഷൻ. അപ്പോൾ സേവിങ്സും അതേപോലെ തന്നെ സേവിങ്സ് പ്ലസ് ടാക്സ് എസ് പ്ലസ് ടി ഈക്വൽ ടു ഐ പ്ലസ് ജി. ഇതാണ് 3 സെക്ടർ ഇക്കോണമിയുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, നാഷണൽ ഇൻകം അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ്, സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കോണമി, 2 സെക്ടർ ഇക്കോണമി ആൻഡ് 3 സെക്ടർ ഇക്കോണമി. ഓക്കെ, മനസ്സിലായില്ലേ? നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.